ഇനി മനുഷ്യ ശരീരത്തിലെ മറ്റൊരു അത്ഭുതമാണ് കിഡ്നി. ഒരുപാട് കിഡ്നി പേഷ്യന്റുകളുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അല്ലാഹു അവർക്കൊക്കെ ശിഫ നൽകട്ടെ, ആജിലായ ശിഫ കൊടുക്കട്ടെ, ആജിലായ ശിഫ റബ്ബ് കൊടുക്കട്ടെ. എന്തോ അറിയില്ല, ഇപ്പൊ ആ രോഗം കൂടുതലാണ്. കിഡ്നി കംപ്ലൈന്റ് ഉള്ളവർ ഒരുപാട്. എന്താണ് ഇതിന്റെ ധർമ്മം? എല്ലാവർക്കും അറിയില്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ 1,00,000 കിലോമീറ്ററോളം നീളത്തില് ചുരുണ്ട് മടങ്ങി 1.5 മീറ്റർ അല്ലെ, 1 മീറ്ററും ചില്ലറയുമുള്ള മനുഷ്യ ശരീരത്തില് 1,00,000 കിലോമീറ്റർ നീളമുള്ള രക്തക്കുഴലുകൾ മടങ്ങി ചുരുണ്ട് കിടക്കുന്നുണ്ട്. ഇതിലൊക്കെ ഏതുണ്ട്? രക്ത സഞ്ചാരമുണ്ട്. ഈ രക്തക്കുഴലുകളില് മാലിന്യം, ഇതിൽ മാലിന്യം എത്തുന്നത് തടയലാണ്. സത്യത്തിൽ കിഡ്നിയുടെ ധർമ്മം എന്ന് പറഞ്ഞാൽ രക്തം, കിഡ്നി ഒരരിപ്പയാണ്, അതിലരിക്കുകയാണ്. എന്നിട്ട് അതിലുള്ള കരടുകളെ പിടിച്ചു വെക്കുകയാണ്. മാലിന്യങ്ങൾ രക്തം മാത്രം കൊടുക്കുന്നു. അപ്പൊ ശരിക്ക് രക്തം മാലിന്യങ്ങളിൽ നിന്ന് അത് അരിച്ചെടുക്കാനുള്ള ഒന്നാം തരം ഒരരിപ്പയാണ് സത്യത്തിൽ കിഡ്നി. ഒരൊറ്റ ദിവസം, എല്ലാ ദിവസവും ഭൗതിക ശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നത് 180 ലിറ്റർ രക്തം, 180 ലിറ്റർ രക്തം ഒരു ദിവസം കിഡ്നി എന്ന അരിപ്പ അരിച്ച് വൃത്തിയാക്കുന്നുണ്ട്. ഇതിന് കേടുപാടുകൾ സംഭവിക്കുമ്പോഴാണ് പിന്നെ എന്ത് ചെയ്യുന്നത്? ഡയാലിസിസ് ചെയ്യുന്നത്. കാരണം ആ പണി നമ്മൾ ഇവിടെ പുറത്ത് മെഷീൻ കൊണ്ട് ചെയ്യാണ്, അല്ലെങ്കിൽ ആള് മരിച്ചു. കണ്ട നിങ്ങൾ ഈ അരിക്കൽ, രക്തം അരിക്കുക, ഊറ്റി അരിച്ചെടുക്കുക, ഈ സംവിധാനം 43 വർഷമായി എന്റെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുക. എന്റെ കിഡ്നി തകരാറിലാണ്. ആ കിഡ്നി സമർത്ഥനായ ഒരു ഡോക്ടർ മാറ്റിവെച്ചു. നിങ്ങളിൽ ഒരാൾ, നിങ്ങളുടെ ഒന്ന് 2 ഉണ്ടാവുമല്ലോ, ഒന്ന് എനിക്ക് സംഭാവന. ഞാൻ ആ കിഡ്നിയിലാണ് എഴുന്നേറ്റ് നടക്കുന്നതെങ്കിൽ നിങ്ങളെ കാണുമ്പോഴൊക്കെ എനിക്ക് നിങ്ങളോടൊരു സന്തോഷം ഉണ്ടാവില്ലേ? ഇത് മാറ്റിവെച്ചതെന്ന ഡോക്ടറെ കാണുമ്പോൾ ഞാൻ എഴുന്നേറ്റ് നിൽക്കൂലേ? ആ കിഡ്നി മാറ്റിവെക്കാൻ എന്നെ ലക്ഷങ്ങൾ തന്നു സഹായിച്ചവരെ മുമ്പിലൊക്കെ ഞാൻ നമിക്കൂലേ? എത്ര കൊല്ലം, 1, 2, 3, 4 കൊല്ലത്തേക്കാണ് ഇയാൾ ഇത് ഒരുക്കി തരുന്നത്. 43 കൊല്ലായി 5 പൈസന്റെ മുടക്കില്ലാതെ റബ്ബ് എനിക്ക് ഒരുക്കി തന്നിട്ട് ഇത് വിചാരിച്ചുകൊണ്ട് റബ്ബിന്റെ മുമ്പിൽ ഒരു നന്ദി ഞാൻ പ്രകടിപ്പിച്ചോ? യാ അയ്യുഹൽ ഇൻസാൻ മാ ഗറക ബിറബ്ബിക്കൽ കരീം അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക. ഈ റബ്ബിനെ നമ്മൾ എങ്ങനെ മറക്കും? ഇതാണ് ഇപ്പൊ ഈ ചോദ്യം. ഇത് വിശദീകരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് കൂടുതൽ അസ്വസ്ഥമാവുകയാണ്. റബ്ബിന്റെ മുമ്പിൽ നന്ദി പ്രകടിപ്പിക്കണമെന്ന ഒരു ബോധം ഓരോരുത്തർക്കും വരും. ഇതുപോലെ മനുഷ്യ ശരീരത്തിൽ അത്ഭുതകരം, എല്ലാം അത്ഭുതമാണ്. ഞാനതിലൊരു 5-6 അങ്ങനെ നോട്ട് ചെയ്ത് കൊണ്ടുവന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ഇതിന്റെ ഗൗരവം നിങ്ങൾക്കൊന്ന് ബോധ്യപ്പെടാനാണ്. ഈ പറഞ്ഞതൊരു സംഭവമാണെന്ന് നമുക്ക് ബോധ്യപ്പെടില്ല, അതിനു വേണ്ടി മാത്രം. ഓരോന്നും ഇവിടെ കണ്ണ് ചർച്ചക്കെടുത്തിട്ടില്ല, ചെവി ചർച്ചക്കെടുത്തിട്ടില്ല, ഒക്കെ എടുക്കേണ്ടതാണ്. ചെവിയുടെ ബാലൻസ് തെറ്റിപ്പോകുന്ന കുറെ ആളുകളുണ്ട്. ഈ ഫഅദലക്ക് ഫസവ്വാക ഫഅദലക, അല്ലാഹു ബാലൻസ് ഒപ്പിച്ചു എന്നൊക്കെ പറഞ്ഞത് ശരിക്ക് ചെവിയുടെ ബാലൻസ് തെറ്റിയ തല കറങ്ങും. ഇടയ്ക്കിടെ അങ്ങനെ ചെയ്യുന്നവർ, അങ്ങനെ സംഭവിച്ചു പോകുന്നവർ, ചെവിയുടെ ബാലൻസ് തെറ്റിയിട്ട് വീണുപോകുക മനുഷ്യൻ. അപ്പൊ ഇതൊക്കെ അല്ലാഹു തആല ഒരു സൂചിക്ക് കണക്കിന്, ഒരു സൂചിക്ക് ഇങ്ങനെ നിയന്ത്രിച്ചിങ്ങനെ നിർത്തിയ റബ്ബിനെ നമ്മൾ എങ്ങനെ മറന്നുപോകുന്നാണ് റബ്ബ് ചോദിക്കുന്നത്. മനുഷ്യ ശരീരത്തിലെ വലിയൊരു അത്ഭുത അവയവമാണ് സത്യത്തില് ആമാശയം.
മനുഷ്യ ശരീരത്തിലെ മറ്റൊരു അത്ഭുത സംഗതിയാണ്. ദഹന പ്രക്രിയയാണ് അതിന്റെ ധർമ്മം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിപ്പിക്കലാണ്. ദഹന പ്രക്രിയ, ദഹനത്തെ സഹായിക്കാൻ നാം തിന്ന് അകത്താക്കുന്ന നല്ല കനമുള്ള ഹെവി വസ്തുക്കൾ, ഇതൊക്കെ ദഹിപ്പിക്കാൻ സഹായിക്കുന്ന അതിശക്തമായ സംഹാരശേഷിയുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡുകളാണ് ഇവിടെ ധാരാളമായുള്ള ആമാശയത്തിനുള്ളിൽ. കടുപ്പമുള്ള ആസിഡുകൾ. അതുകൊണ്ടാണ് ഇതെന്ത് ചെയ്യുന്നത്, ഈ ഭക്ഷണം ദഹിപ്പിക്കുന്നത്. അപ്പൊ ഒരു ചോദ്യമുണ്ട്, എത്ര ഹെവി ഫുഡ് അങ്ങോട്ട് ചെന്നാലും ഇത് ദഹിപ്പിക്കാൻ മാത്രം അത് എത്രയാണ് അതിന്റെ കരുത്ത്? അതും കൂടി പറഞ്ഞിട്ടുണ്ട്. ഒരു ബ്ലേഡിനെ പോലും വേണമെങ്കിൽ കാലതാമസം കൊണ്ട് നശിപ്പിക്കാൻ കഴിയും. അതിന് അത്ര വീര്യമുണ്ട് ഈ ആസിഡ്. ഒരു ബ്ലേഡ് ഉള്ളിലേക്ക് ചെല്ലുകയാണെങ്കിൽ കുറച്ച് കാലം അങ്ങോട്ട് കിടക്കുകയാണെങ്കിൽ ആ ബ്ലേഡ് പോലും ദഹിപ്പിക്കാനുള്ള ശക്തിയുണ്ട്. അപ്പൊ അത്രയും ശക്തിയുണ്ടെങ്കിൽ ഒരു ചോദ്യം പിന്നെ അവിടെ ഉത്ഭവിക്കും. ഇതിനൊക്കെ കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട് ശാസ്ത്രം. ഇത്ര കടുപ്പമുണ്ടെങ്കിൽ, ഇത്ര ഹെവി വസ്തുവിനെ പോലും ദഹിപ്പിക്കാനുള്ള കടുപ്പത്തിലുള്ള ആസിഡാണ് ഇതിന്റെ ഉള്ളിലുള്ളതെങ്കിൽ പിന്നെ ഈ ആമാശയ ഭിത്തി ഓട്ടപ്പെടണ്ടേ? അതിലാണല്ലോ ഈ ആസിഡ് ഉള്ളത്. അതെങ്ങനെയാണ് നടക്കുന്നത്? അതിന് മറുപടി പറഞ്ഞാൽ എന്താ? കാരണം നമ്മളെ ശരീരത്തിൽ അങ്ങനെ ഒരു ഇരുമ്പല്ലല്ലോ ആമാശയത്തിന്റെ ഭിത്തി. അതിന് മറുപടി പറഞ്ഞത് ആമാശയത്തിന്റെ ഭിത്തി എന്നാണ് ആമാശയ കവറ്. ഈ കവറ് ഓരോ 3 ദിവസത്തിലും പ്രത്യേക പാട പുതുതായി നിർമ്മിക്കപ്പെടുകയാണ്. ഇത് നശിക്കുന്നത് ഓരോ 3 ദിവസം കൂടുമ്പോൾ പുതിയ പാട അള്ളാഹു തരികയാണ്. ഈ ആസിഡ് വഹിച്ചു നിൽക്കുമ്പോൾ 3 ദിവസം കഴിയുമ്പോഴേക്കും ഇതാവും. പക്ഷെ അപ്പോഴേക്ക് പുതിയത് തരും. സുഹൃത്തെ, മനസ്സിൽ തട്ടിയിട്ട് ഓർക്ക്. 43 കൊല്ലായപ്പോ അള്ള എത്ര വട്ടം എന്റെ ആമാശയത്തിന്റെ കവറ് മാറ്റി. ഓരോ 3 ദിവസത്തിലും മാറ്റും. യാ അയ്യുഹൽ ഇൻസാൻ മാ ഗറക ബിറബ്ബിക്കൽ കരീം അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക. അർത്ഥം വെക്കാൻ എന്തൊരു എളുപ്പമാണ്. ഇത് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഇതേക്കുറിച്ച് ഒന്ന് ചിന്തിക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ എത്രയോ നന്നായിട്ടുണ്ടാവില്ലേ? 43 വയസ്സ് പ്രായമുള്ള എന്റെ ജീവിതത്തിൽ അല്ലാഹു തആല ആമാശയ പാടകൾ എത്ര തവണ തബ്ദീൽ ചെയ്തു, മാറ്റി ചേഞ്ച് ചെയ്തു, പുതിയ പാടകൾ പണിതു പടച്ചോൻ. ഞാൻ ഇതേക്കുറിച്ച് ചിന്തിച്ചോ, ആലോചിച്ചോ? കോടിക്കണക്കിന് മനുഷ്യർക്ക്, കോടാനക്കോടി മനുഷ്യർക്ക് ഓരോ ദിവസവും ഇതെല്ലാം ചെയ്തു തരുന്നവനല്ലാതെ മറ്റാരുണ്ട് നമ്മെ സംരക്ഷിക്കാൻ? രാവും പകലും നിങ്ങളെ സംരക്ഷിക്കാൻ പടച്ചോനല്ലാതെ ആരാളും? അല്ലാഹു ചോദിക്കുക. അല്ലാഹുവേ, നിന്റെ പൂർണ്ണ സംരക്ഷണത്തിൽ നീ ഞങ്ങളെ ഏറ്റെടുക്കണേ അല്ലാഹ്.